നമസ്കാരം. ബാബു ഭരദ്വാജിൻ്റെ ചരമദിനമാണ് ഇന്ന്. 2016 മാർച്ച് 30-നാണ് അദ്ദേഹം നമ്മോട് വിട പറഞ്ഞത്. ബാബു ഭരദ്വാജ് മരിച്ചുപോയിട്ട് 9 കൊല്ലമായി എന്നർത്ഥം. ഇന്നും അദ്ദേഹത്തെ വേണ്ട വിധം അറിഞ്ഞുകൂടാത്ത മലയാളികൾ ധാരാളം ഉണ്ടാകും. കാരണം ഏറെയൊന്നും ആഘോഷിക്കപ്പെട്ട ഒരു സെലിബ്രിറ്റി ആയിരുന്നില്ല അദ്ദേഹം. എന്നാൽ ഒരിക്കലെങ്കിലും അദ്ദേഹത്തെ കാണാനിടയായ ഒരാളും അദ്ദേഹത്തോട് അല്പനേരം വർത്തമാനം പറയാൻ അവസരം കിട്ടിയ ഒരാളും അദ്ദേഹം എഴുതി വെച്ചതിൽ നിന്ന് 4 വരിയെങ്കിലും വായിക്കാൻ ഇടയായ ഒരാളും അദ്ദേഹത്തിൻ്റെ ദൃശ്യമാധ്യമ പരിപാടികൾ നിരീക്ഷിക്കാനിടയായ ഒരാളും ഒരിക്കലും അദ്ദേഹത്തെ മറക്കുകയില്ല. അങ്ങനെ ഒരു ഓർമ്മയാണ്, ഒരിക്കലും മറക്കാത്തൊരു ഓർമ്മയാണ് ബാബു ഭരദ്വാജ്. ബാബു ഭരദ്വാജ് ആരായിരുന്നു എന്ന ചോദ്യത്തിന് പല തലങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ നിർവചിക്കാൻ പറ്റും. ഒടുവിൽ നമുക്ക് എളുപ്പം നമ്മൾ നിറഞ്ഞു കണ്ടത് മാധ്യമരംഗത്താണ്, ദൃശ്യമാധ്യമ രംഗത്താണ്. അതുകൊണ്ട് മലയാളത്തിലെ പേരെടുത്ത മാധ്യമപ്രവർത്തകനായിരുന്നു ബാബു ഭരദ്വാജ് എന്ന് ഒരു വരിയിൽ പറയാം. അതിനുമപ്പുറത്ത് അനുഗ്രഹീതനായ ഒരു എഴുത്തുകാരനായിരുന്നു. മലയാളത്തിൽ അനവധി ഗ്രന്ഥങ്ങൾ, മനോഹരമായ പുസ്തകങ്ങൾ രചിച്ച ഒരു എഴുത്തുകാരനായിരുന്നു ബാബു ഭരദ്വാജ് എന്ന് പറയേണ്ടി വരും. അതിനുമപ്പുറത്ത് മലയാള ചലച്ചിത്ര മണ്ഡലത്തിൽ തൻ്റേതായ തൂവലുകൾ കുഴിച്ചിട്ട, തൻ്റേതായ സിഗ്നേച്ചർ പതിച്ച ചലച്ചിത്രകാരനായിരുന്നു അദ്ദേഹം എന്ന് പറയേണ്ടി വരും. എന്നാൽ ഇതിനൊക്കെ അപ്പുറത്ത് ബാബു ഭരദ്വാജിൻ്റെ വ്യക്തിത്വം അടയാളപ്പെടുത്തേണ്ടത് വിട്ടുവീഴ്ചയില്ലാത്ത ഒരു രാഷ്ട്രീയ ജീവി എന്ന നിലയിലാണ്. SFIയിലൂടെയാണ് അദ്ദേഹം സംഘടനാ പ്രവർത്തനം തുടങ്ങുന്നത്. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം SFIയുടെ വലിയ പോരാളിയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്നത് VB ചെറിയാനായിരുന്നു എന്ന് ഓർത്താൽ മതി അന്നത്തെ അദ്ദേഹത്തിൻ്റെ നിലവാരം അറിയാൻ. VB ചെറിയാൻ നമുക്കറിയാവുന്നതുപോലെ പിന്നീട് പേരെടുത്ത ട്രേഡ് യൂണിയൻ നേതാവായി CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നു. പിന്നീട് CPIയുമായി അകന്നുപോയെങ്കിൽ പോലും VB ചെറിയാൻ്റെ ഒരു കാലിബർ മനസ്സിലാവുന്ന ഒരാൾക്ക് അദ്ദേഹത്തോടൊപ്പം നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം, SFI പ്രവർത്തനം തുടങ്ങിയ ഒരാളാണ് ബാബു ഭരദ്വാജ് എന്ന് മനസ്സിലാവും. ബാബു ഭരദ്വാജ് പക്ഷേ ദേശീയ തലത്തിലേക്ക്, ദേശീയ നേതൃത്വത്തിലേക്ക് അതിവേഗം ഉയർത്തപ്പെട്ടു. SFIയുടെ അഖിലേന്ത്യാ കമ്മിറ്റി ആദ്യമായി രൂപീകൃതമാകുമ്പോൾ ആദ്യത്തെ സ്ഥാപക കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു, ദേശീയ വൈസ് പ്രസിഡൻ്റായിരുന്നു ബാബു ഭരദ്വാജ്. അവിടെയും അദ്ദേഹത്തിൻ്റെ വലിപ്പമറിയാൻ നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ അതേ കമ്മിറ്റിയിൽ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നത് ആരാണ് എന്നുകൂടി ഓർത്താൽ മതി. N. റാം എന്ന വിഖ്യാതനായ മാധ്യമപ്രവർത്തകൻ ബാബു ഭരദ്വാജിൻ്റെ കൂടെ SFIയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റായിരുന്നു എന്ന് ഓർമ്മിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിപ്പം, അദ്ദേഹത്തിൻ്റെ ഒരു ഉയരം നമുക്ക് ബോധ്യപ്പെടും. പിന്നീട് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം മാധ്യമപ്രവർത്തനം നടത്തുന്നത്. മാധ്യമത്തിലാണെങ്കിൽ അദ്ദേഹം 2 തരത്തിലും ഉണ്ടായിരുന്നു. പ്രിൻ്റ് മീഡിയയിലുണ്ടായിരുന്നു. അദ്ദേഹം ചിന്തയുടെ പത്രാധിപരായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൈദ്ധാന്തിക മുഖപത്രമായ ചിന്തയുടെ പത്രാധിപരായിരിക്കുക, ചിന്താ രവിയെ പോലുള്ള കൂട്ടുകാരുണ്ടാവുക, അദ്ദേഹത്തിൻ്റെ ഒരു ബൗദ്ധികമായ ഒരു അളവുകോൽ അത് അറിയാനത് മതിയാവും. ചിന്തയിൽ നിന്ന് പിന്നീട് അദ്ദേഹം നമ്മൾ അറിയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ സർക്കാർ ഉദ്യോഗം വിട്ടെറിഞ്ഞ് അദ്ദേഹത്തിന് നാടുവിടേണ്ടി വന്നു. അടിയന്തരാവസ്ഥ വന്നു എന്നതാണ് കാരണം. അടിയന്തരാവസ്ഥയിൽ അദ്ദേഹത്തിന് സുരക്ഷിതമായ സർക്കാർ ഉദ്യോഗം തുടർന്നു കൊണ്ടുപോകാനാവില്ല എന്നറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നാടുവിട്ടത്. അങ്ങനെയാണ് അറബ് രാജ്യങ്ങളിലെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ജീവനക്കാരനായത്, അവിടെ അദ്ദേഹം ജയിലിലായത്, പിടിക്കപ്പെട്ടത്, തിരിച്ചു വന്നത്. അത് മറ്റൊരു കഥയാണ്. പിന്നീട് അദ്ദേഹം നടത്തിയ മാധ്യമപ്രവർത്തനവും വളരെ പ്രധാനമാണ്. ദൃശ്യമാധ്യമങ്ങളുടെ കാലം വന്നപ്പോൾ കൈരളി TVയുടെ തുടക്കത്തിൽ തന്നെ കൈരളി TVയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറോ അദ്ദേഹം വളരെ ഉത്തരവാദപ്പെട്ട ഒരു പദവിയിലുണ്ടായിരുന്നു. അദ്ദേഹം ഒട്ടേറെ പരിപാടികൾ, അന്ന് വളരെ നിലവാരമുള്ള പരിപാടികൾ, വളരെ ആകർഷകമായ പരിപാടികൾ അന്ന് കൈരളി TV ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചെയ്തിരുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നീട് അദ്ദേഹം മീഡിയ വണ്ണിലും ഉത്തരവാദപ്പെട്ട പദവികൾ വഹിച്ചത് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയുടെ ഒരു ബൂം വന്ന കാലത്ത്, അവസാന കാലത്ത് അദ്ദേഹം ഡൂൾ ന്യൂസിലും പ്രവർത്തിച്ചത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാബു ഭരദ്വാജിൻ്റെ സാഹിത്യം എടുക്കുമ്പോൾ ബാബു ഭരദ്വാജ് ഇതുപോലെ തന്നെയാണ്. ബാബു ഭരദ്വാജ് എഴുതാത്തതൊന്നുമില്ല, എന്നാൽ വളരെ കുറച്ചേ എഴുതിയിട്ടുള്ളൂ. 5 or 8 പുസ്തകങ്ങളേ ഉള്ളൂ എന്ന് പറയാൻ പറ്റും. പക്ഷേ അദ്ദേഹം എഴുതാത്തത് എന്താണ്? അദ്ദേഹം കവിത എഴുതിയിട്ടുണ്ട്, ഗാനരചന നിർവഹിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ലെനിൻ രാജേന്ദ്രൻ്റെ ഒരു സിനിമയിൽ, അന്യർ എന്ന സിനിമയിൽ പാട്ട് എഴുതിയിട്ടുണ്ട് അദ്ദേഹം. സിനിമാ ഗാനങ്ങൾ പോലും രചിച്ച ഗാനരചയിതാവായിരുന്നു, അടിസ്ഥാനപരമായി കവിയായിരുന്നു. അങ്ങനെ കവിതയിൽ മാത്രമല്ല അദ്ദേഹം, എന്നാൽ കഥാകൃത്തായിട്ടാണ് അറിയപ്പെട്ടത്. ചെറുപ്പം തൊട്ട്, പഠിക്കുന്ന കാലം തൊട്ട് തന്നെ അദ്ദേഹം കഥകൾ എഴുതിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരങ്ങളാണ് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങളിൽ അധികവും. എന്നാൽ പിന്നീട് അദ്ദേഹം എഴുതിയ നോവലിനാണ് വലിയ അംഗീകാരങ്ങൾ കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ ഈ കലാപങ്ങൾക്കൊരു ഗൃഹപാഠം എന്ന
നോവലിനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വേറെയും ചില അവാർഡുകൾ, അബുദാബി ശക്തി അവാർഡ് ഉൾപ്പെടെയുള്ള ചില അവാർഡുകളും, ഏതാനും അവാർഡുകൾ, വലിയ അംഗീകാരങ്ങളല്ല എങ്കിൽ പോലും ഒട്ടും മോശമല്ലാത്ത, അത് എഴുതിയതിനൊന്നിനും അദ്ദേഹത്തിന് അംഗീകാരം കിട്ടാതെ പോയിട്ടില്ല. അതുകൊണ്ട് സാഹിത്യത്തിൽ അത് മാത്രമല്ല, ഒരു പക്ഷേ പ്രവാസ സാഹിത്യം എന്നൊരു ശാഖ മലയാളത്തിൽ ഇന്നത്തെ പോലെ ചവറുപോലെ പെറ്റുപെരുകുന്ന പ്രവാസ രചനകളുടെ ഒരു കാലമല്ല അന്ന്. പ്രവാസ സാഹിത്യം എന്താണ് എന്ന് പ്രവാസി മലയാളി ഏറ്റവും ആദ്യം എഴുതി അടയാളപ്പെടുത്തിയത്, അതും സാഹസികമായി എഴുത്തായിരുന്നു. സൗദി അറേബ്യയിലൊക്കെ ജീവിച്ചുകൊണ്ട് അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് സത്യസന്ധമായി എഴുതാൻ ഇന്നത്തെ പോലെ എളുപ്പമായിരുന്നില്ല അന്ന്. അതും സത്യസന്ധമായി അവിടെ ജീവിച്ച അദ്ദേഹം ജീവിച്ച രീതിയെ ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ, ഒട്ടും മറച്ചു വെക്കാതെ സത്യസന്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ജീവിതം അതിമനോഹരമായിട്ട്, പ്രവാസിയുടെ കുറിപ്പുകൾ എന്ന പുസ്തകമാണ് ഒരു പക്ഷേ അറേബ്യൻ ജീവിതത്തെക്കുറിച്ച് മലയാളത്തിൽ എഴുതപ്പെട്ട എക്കാലത്തെയും ഏറ്റവും മികച്ച പുസ്തകം എന്ന് ഞാൻ എന്നും സാക്ഷ്യപ്പെടുത്തുന്നത് മിക്കവാറും ആ പരമ്പരയിൽ പിറന്ന പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കിയത് കൊണ്ടാണ്. ഏറ്റവും സത്യസന്ധമായ പുസ്തകം. മാത്രമല്ല, പ്രവാസികളുടെ വഴിയമ്പലങ്ങൾ എന്നൊരു പുസ്തകവും പ്രവാസത്തെക്കുറിച്ച് വേറെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകങ്ങൾക്കൊക്കെ തന്നെ നല്ല വായനക്കാരും നല്ല അംഗീകാരവും കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ബാബു ഭരദ്വാജ് എന്ന മനുഷ്യനെ ഓർമ്മിക്കുമ്പോൾ ഒറ്റ കാര്യം കൂടി പറയേണ്ടതുണ്ട്. അപൂർണമായ ചിലത് ആണ് ഒരു പക്ഷേ ബാബു ഭരദ്വാജിൻ്റെ പൂർണ്ണത എന്ന് ഞാൻ കരുതാറുണ്ട്. ഒന്ന്, അദ്ദേഹം നറുക്കിലക്കാട് ഓട്ടോണമസ് റിപ്പബ്ലിക് എന്നൊരു നോവൽ പാതി വെച്ച് എഴുതിയിട്ട് അപൂർണമായി കിടക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പലരും എഴുതിയതും പറഞ്ഞതുമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപൂർണതയാണ് ഒരു പക്ഷേ ബാബു ഭരദ്വാജിൻ്റെ ഒരു സംതൃപ്തി, അല്ലെങ്കിൽ ഒരു മുഖം, ഒരു സൗന്ദര്യം അതാണ് എന്ന് പറയാം. അക്കൂട്ടത്തിൽ ഏറ്റവും അപൂർണമായൊരു ഓർമ്മ കൂടി ബാബു ഭരദ്വാജിനോടൊപ്പം പങ്കുവെക്കേണ്ടതുണ്ട്. ഈ ജീവചരിത്രകാരന്മാർക്കൊന്നും ഇന്നോളം വഴങ്ങിക്കൊടുക്കാത്ത നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാരണവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അത് VS അച്യുതാനന്ദനാണ്. സഖാവ് VS അച്യുതാനന്ദൻ്റെ ജീവചരിത്രം ഒരാളെ മാത്രമേ എഴുതാൻ അദ്ദേഹം അനുവദിച്ചിട്ടുള്ളൂ. അത് ബാബു ഭരദ്വാജിനെ ആയിരുന്നു. പക്ഷേ VSൻ്റെ അസുഖം വന്നും പല കാരണങ്ങളാൽ പിന്നീട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പൂർത്തിയായിടത്തോളം VSൻ്റെ ജീവചരിത്രം ഞാനൊന്നും മറന്നിട്ടില്ല എന്ന പേരിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നത് നമുക്കൊക്കെ ഓർമ്മയുണ്ട്. അതുകൊണ്ട് VSൻ്റെ അപൂർണമായ ജീവചരിത്രത്തിൻ്റെ കർത്താവാരാണ് എന്ന ചോദ്യത്തിനും ബാബു ഭരദ്വാജ് എന്നാണ് ഉത്തരം. ഇങ്ങനെ അനേകം അപൂർണതകളുടെ ഒരു പൂർണ്ണകായ പ്രതിമയായി നമുക്ക് ബാബു ഭരദ്വാജിനെ ഓർക്കാം. ആ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു പിടി പൂക്കൾ അർപ്പിക്കാം. നന്ദി, നമസ്കാരം.